Hi, good morning. Welcome to Melbourne, Australia. അപ്പോൾ ഞങ്ങൾ സിംഗപ്പൂരിലെ 21 hours ട്രാൻസിറ്റൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും മെൽബേൺ എത്തിയിരിക്കുകയാണ്, ഓസ്ട്രേലിയ, ഫോർ മൈ സിസ്റ്റേഴ്സ് ഗ്രാജുവേഷൻ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഇൻട്രോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി വന്നതും ഞങ്ങൾ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തു, റെഡിയായി ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ക്ലിപ്സൊക്കെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പം ഞങ്ങൾ താമസിച്ചിരുന്നത് മെൽബേൺ സിറ്റിയിൽ ഡൗൺ ടൗൺ, അതായത് കാനഡയിലെ ഡൗൺ ടൗൺ പോലെ മെൽബേൺ സിറ്റി തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. സോ ഇറ്റ് വാസ് വെരി ഈസി ഫോർ അസ് ടു റൂം അറൗണ്ട്. ഇതാണ് മെൽബേണിലെ ഐക്കോണിക് ട്രാം. എന്ത് രസമെന്നറിയോ, ഫുൾ സിറ്റി ഈസ് സറൗണ്ടഡ് ബൈ ട്രാംസ്. എവിടെ പോയാലും എന്ത് ആക്സസിബിളാണ്, 24/7 ഭയങ്കര ആക്സസിബിളും സിറ്റി റേഞ്ചിനകത്ത് ഫ്രീയുമാണ് ഇവരുടെ സർവീസസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, ഒരിടത്തുനിന്ന് ഒരിടത്തോട്ട് പോകാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ഈ കാണുന്നതാണ് ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ, അതായത് മെയിനായിട്ടുള്ള സ്റ്റേഷനാണത് എന്നാണ്. സ്പീഡിൽ പറഞ്ഞാൽ നാക്ക് കുഴയും. അപ്പോൾ ആ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ സിസ്റ്റർ താമസിക്കുന്നത്. 1 bedroom അപ്പാർട്ട്മെൻറ്റാണത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് 3 പേർ കൂടെ സ്റ്റേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനും അമ്മയും അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങുമായിരുന്നു അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി. കാരണം ഞങ്ങൾക്ക് അധിക ദിവസം ഓസ്ട്രേലിയയിലില്ല. സോ ഉള്ള ദിവസം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫ്ലിൻഡേഴ്സ് സ്റ്റേഷൻ നകത്തൂടെ അണ്ടർപാസിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അണ്ടർപാസിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാമല്ലോ. ലെഫ്റ്റ് സൈഡിലെന്ന് പറഞ്ഞാൽ ആൾക്കാർ ടാപ്പ് ചെയ്ത് ട്രാമും ബസ്സും ട്രാമും അല്ല, ആക്ച്വലി ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോകുന്ന സൈഡാണ് ലെഫ്റ്റ് സൈഡ്. ഞങ്ങൾ ഇപ്പോൾ ആ സൈഡിലോട്ട് പോവാതെ അണ്ടർപാസ് എടുത്ത് ഞങ്ങൾ സൗത്ത് യാര റിവർ ബാങ്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വൺ ഓഫ് ദി സിറ്റിയിലെ മേജർ അട്രാക്ഷൻസ് ആണ്. അപ്പം ഞങ്ങൾ അതുവഴി ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തിയിരിക്കും. ഇവിടെ എത്തുമ്പോൾ തന്നെ ഭയങ്കര ഒരു ചേഞ്ചാണ് നമുക്ക് കാണുന്നത്. ഭയങ്കര പീസ്ഫുൾ, നമുക്ക് ഈവനിങ്സൊക്കെ സമാധാനമായിട്ട് വന്ന് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയ, അങ്ങനെ തന്നെ പറയണം. ഇപ്പം ഞങ്ങളിപ്പം ക്രിസ്മസ് ടൈമിലാണല്ലോ മെൽബേണിൽ വന്നത്. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് ഫുൾ എവിടെ തിരിഞ്ഞാലും ഭയങ്കര ക്രിസ്മസ് വൈബ്സ് ആയിരുന്നു അവിടെ. ഇപ്പോൾ ഈ റിവർ ഫുള്ള് അവർ ഡെക്കോർ ചെയ്തേക്കുന്നത് ക്രിസ്മസ് തീമിലാണ്. ഇപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ക്രിസ്മസിന് ഭയങ്കര ഫേമസ് ആണെന്നാണ് ആൾ പറഞ്ഞത്. അത് കാണാനും ഉണ്ട്, എവിടെ പോയാലും ഭയങ്കര ക്രിസ്മസ് തീംസ്, ഭയങ്കര നല്ലതായിട്ട് അവർ എഫേർട്ട് ഇട്ടിട്ട് ഭയങ്കര നല്ലതായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ ഏരിയ കൂടെ നടന്നു പോകുന്നതാണ്. ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഫുൾ അവർ മേരി ക്രിസ്മസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയാണെങ്കിലും രാത്രി ഭയങ്കര ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറ്റുകയാണെങ്കിൽ അതും കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാനും അനിയത്തിയും അമ്മയൊക്കെ കൂടെ കുറച്ച് ഫോട്ടോഷൂട്ട് ആവാം എന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ അങ്ങനെ വല്ലപ്പോഴും കാണുന്ന ആൾക്കാരാണല്ലോ, 3 പേരും 3 രാജ്യത്താണ്. സോ ഞങ്ങൾ കാണുന്ന സമയത്ത് ജസ്റ്റ് ഞങ്ങൾ ഓക്കെ എന്നാൽ ഫോട്ടോ സെഷൻ. അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു, അമ്മ ഞങ്ങളുടെ കൂടെ ഫോട്ടോയ്ക്ക് വരുന്നില്ല, മാറി നിന്ന് അമ്മ ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് പറഞ്ഞു നോക്കി വരൂ എന്ന്, ബട്ട് അമ്മയ്ക്ക് ഫോട്ടോസ് എടുക്കാനാണ് ഇഷ്ടം ഞങ്ങളുടെ. അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ തലയില്ലാതെയും വാലില്ലാതെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കലാപരിപാടികളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കലാപരിപാടിക്ക് ശേഷം അമ്മ എൻ്റെ ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഐശ്വര്യയുടെ സെൽഫി എടുക്കുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാണിച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ അപ്പുറത്തെ സൈഡിൽ പോകാമെന്ന് തീരുമാനിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഐശ്വര്യ എന്നോട് പറഞ്ഞത്, ബാഗും എല്ലാം സൂക്ഷിച്ചോ, ഇവിടെ ഈ ഏരിയയിൽ ഇച്ചിരി അടിച്ചുകൊണ്ട് പോകുന്നത് കൂടുതലാണ് എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആ ഏരിയയിൽ കൂടെ നടക്കുമായിരുന്നു. പക്ഷെ അവിടെ അധികം ആരും
ഉണ്ടായൊന്നുമില്ല. മേ ബി അണ്ടർപാസും പിന്നെ കാണാനൊക്കെ അപ്പുറത്തെ സൈഡിലാണ് കൂടുതൽ. അപ്പം അതുകൊണ്ടായിരിക്കും ഈ ഏരിയയിലൊന്നും അങ്ങനെ ആരും ഇല്ല. പിന്നെ ഈ റിവറിൽ നമ്മുടെ ഈ കൊച്ചി മെട്രോ പോലത്തെ ബോട്ടിംഗ് സംഭവങ്ങളൊക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിലൊന്നും കയറാൻ പറ്റിയില്ല. അത് കൂടുതലും പ്രൈവറ്റായിട്ട് ആൾക്കാർ കയാക്കിങ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ടൂറിസ്റ്റായിട്ടുള്ള ഈ മറ്റേ പെയ്ഡ് ട്രാൻസ്പോർട്ടേഷൻ സംഭവങ്ങളൊക്കെ അവർ നിർത്തി വെച്ചേക്കുവാണെന്ന് തോന്നുന്നു. ബോട്ട്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് എങ്ങനെ കയറേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് വിചാരിച്ചിട്ടുമില്ല. പിന്നെ എപ്പോഴേലും കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങ് പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ലെഫ്റ്റ് സൈഡിലൊക്കെ കുറേ സ്റ്റോറൊക്കെ കണ്ടില്ല. അതൊക്കെ പക്ഷെ മിക്കതും ക്ലോസ്ഡും കൺസ്ട്രക്ഷൻ നടക്കുന്ന അങ്ങനെയൊക്കെ ആയിരുന്നു. അതുവഴി നടന്ന് ഞങ്ങൾ ആ സൈഡ് പാസിൽ കൂടെ നടന്ന് ഞങ്ങൾ മെയിൻ റോഡിലോട്ട് എത്തി. നേരത്തെ നമ്മൾ കണ്ട ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റിലെ സ്റ്റേഷനിലെ മെട്രോ ഞാൻ പറഞ്ഞില്ലേ, ആ മെട്രോ ഒക്കെ ഇപ്പോൾ മുകളിൽ കൂടെ പോകുന്നതാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് മെയിൻ റോഡിൽ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ സെയിം റിവറും ആ ഡെക്കോറും ഒക്കെ നമുക്ക് നന്നായിട്ട് കുറച്ചുകൂടി ഭയങ്കര വിസിബിളായിട്ട് ഈ ലൈറ്റ്സ് ഇടുമ്പോഴത്തേക്കും റിവറിൻ്റെ സൈഡിലായാലും മെയിൻ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന ആൾക്കാർക്കൊക്കെ ആയാലും നല്ലൊരു വ്യൂ ആണത്. ഭയങ്കര നല്ലൊരു ഏരിയ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഏരിയ. എന്ന് വെച്ചാൽ സിറ്റിക്കകത്ത് തന്നെ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇരിക്കണം എന്ന് പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് സൈഡിൽ ഇരിക്കാം. നല്ലൊരു ഏരിയ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, നല്ല ഏരിയ. ഞങ്ങൾ നടന്ന് ഇപ്പുറത്തെ സൈഡിലെത്തി. ഈ കാണുന്നതാണ് ലെറ്റ്സ് ഡാൻസ്. അതായത് ആ പോഡിയത്തിൽ ആർക്ക് വേണോ എപ്പോൾ വേണോ വന്ന് ജസ്റ്റ് ഡാൻസ് കളിച്ചിട്ട് പോവാം. അതൊരു നല്ല സംഭവമല്ലേ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹാപ്പനിങ് ഏരിയ ആണ് കേട്ടോ. മറ്റേ സൈഡ് ഭയങ്കര പീസ്ഫുൾ ആണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഈ സൈഡ് ഭയങ്കര ബഹളമായിരുന്നു. ഭയങ്കര വൈബ് സ്ഥലമായിരുന്നു. ഒത്തിരി റെസ്റ്റോറൻറ്റ്സും കഫേസും പബ്ബും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ഈ സെൻറ്ററിൽ ഒരു സ്റ്റേജ് പോലെ ആർക്ക് വേണോ വന്ന് അവരുടെ ടാലൻസും സ്കില്ലും അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഏരിയ ആണ്. അത് നല്ല രസമായിരുന്നു. ഈ പുള്ളി ഒരു ജാപ്പനീസുകാരനാണോ, ആളുടെ പേര് പറഞ്ഞായിരുന്നു, അത് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അത് നല്ല രസമായിട്ട് ഫയർ വർക്ക്സും ആളുടെ സ്കില്ലും ഇങ്ങനത്തെ കുറച്ച് സ്റ്റൺസൊക്കെ ആൾ ഭയങ്കരമായിട്ട് കാണിച്ചു. ഞങ്ങളവിടെ നിന്ന് ആ ഫുൾ ഷോ കണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. ആളുടെ ഫുൾ ടൈം ജോലിയാണിത് എന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര ഫണ്ണി വേയിൽ ഭയങ്കര നല്ല രസമായിട്ട് അത് കൺവേ ചെയ്തു. നല്ല രസമായിരുന്നു. ഞങ്ങളത് ഫുൾ ഷോ ഇരുന്ന് കണ്ടു.
ഞങ്ങൾ പിന്നെ ആ ഷോ കഴിഞ്ഞിട്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നു. സൺസെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അവിടെ അപ്പം ഈ പാർക്കിൽ വന്നിരിക്കുന്ന ആൾക്കാരെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര സന്തോഷത്തോടെ ആൾക്കാർ ഈവനിങ് സ്പെൻഡ് ചെയ്യാനൊക്കെ വന്നിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് ഇരുട്ടി തുടങ്ങിയെന്ന് കണ്ടപ്പോൾ ലൈറ്റ്സൊക്കെ ഓൺ ആയായിരുന്നു എല്ലായിടത്തും. അപ്പം ഞങ്ങൾ എണീറ്റ് ലൈറ്റ്സൊക്കെ കാണാൻ വേണ്ടി പോയി. ഇത് ആ റിവറിൻ്റെ ഇപ്പുറത്തെ സൈഡാട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് അപ്പുറവശമാണ്, ഇത് ഇപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഞങ്ങൾ വന്നു. ഈ സൈഡിലാണ് കാസിനോ, അങ്ങനത്തെ കുറച്ച് ക്രൗൺ കാസിനോ എന്ന് പറയുന്ന കാസിനോയും അവരുടെ റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ സൈഡിലാണ്. ഇവിടെയാണ് രാത്രി ഫയർ വർക്ക്സ് ഒക്കെയുള്ള, ഫയർ വർക്ക്സ് അല്ല ആക്ച്വലി വാട്ടർ ഷോ ഉള്ളത്. വാട്ടർ ഷോയും എല്ലാം ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഇവർക്ക് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ വാട്ടർ ഷോ ഉണ്ടാകും, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഷോ. അപ്പോൾ അതൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളത് കാണാമെന്ന് വിചാരിച്ചു. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പം സൺസെറ്റ് ആവാത്തത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഈ ലൈറ്റ്സൊക്കെ കണ്ട് കാസിനോവിനകത്തൊക്കെ കയറിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇരുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഫുൾ മാറിയിട്ടോ. നേരത്തെ ഞാൻ ഭയങ്കര പീസ്ഫുള്ളാണെന്നൊക്കെ പറഞ്ഞ സ്ഥലം പെട്ടെന്ന് ലൈറ്റ്സൊക്കെ ഓൺ ചെയ്ത് ഭയങ്കര വൈബായി. ഫയർ വർക്ക്സും പിന്നെ വാട്ടർ ഷോയും ഫുൾ ലൈറ്റ്സ്. അത് തന്നെ ഭയങ്കര ഒരു ക്രിസ്മസ് ആയിരുന്നു. ഞങ്ങൾ ഈ പോയത് December 14 പോലും ഫ്രം ദാറ്റ് ടൈം ഇവർ ഭയങ്കരമായിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി. പിന്നെ ഇവർ പറയുന്നത് ഇവരത് പീക്ക് സമ്മർ ടൈം ആയിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് സമ്മറിൽ വരുന്നതുകൊണ്ട് ഇവർക്ക് എക്സ്ട്രാ ഒരു ചാമാണ് എല്ലാത്തിനും. ഭയങ്കര രസമുണ്ട്, എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് നല്ലതായിരുന്നു. എനിക്ക് ആ വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ലൈറ്റ് ഓഫായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായി തിരിച്ച് വരുന്ന സമയത്ത് ലൈറ്റ്സ് ഓൺ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന്. ഇത് ആ സംഭവമാണ്. നമ്മൾ നേരത്തെ കണ്ട സെയിം സാധനം. നേരത്തെ ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര ലൈറ്റ് ഇട്ടിട്ട് ആ റിവറിനെ തന്നെ അവർ എക്സ്ട്രാ എൻഹാൻസ് ചെയ്തതുപോലെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ. ഇത് ഞാൻ നേരത്തെ കാണിച്ചെന്ന ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷനാണ് കേട്ടോ. ഇതും ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ക്രിസ്മസ് തീമിൽ അവർ ഡെക്കോർ ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഈ നാട്ടിൽ പൂരപ്പറമ്പിന് പോകുമ്പോൾ ലൈറ്റ്സൊക്കെ ഇട്ട് വെക്കത്തില്ലേ, അമ്മാതിരി വൈബായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എവിടെ ചെന്നാലും ലൈറ്റ്സും കാര്യങ്ങളും. അതായത് നമ്മൾ ക്രിസ്മസ് തന്നെയായിരുന്നു ആ ഡേ തൊട്ട്. ഭയങ്കര രസമായിട്ട് അവരെല്ലായിടത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾക്കാരായാലും ഭയങ്കര കോപ്പറേറ്റീവായിട്ട് ഇതൊക്കെ നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്യാനും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈറ്റ്സ് കണ്ടു, സൗത്ത് ബാങ്കും യാറാ റിവറും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഐശ്വര്യനെയും ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ട്രാം എടുത്ത് ഞങ്ങളുടെ റൂമിലോട്ട് പോവാണ്. ഞങ്ങളുടെ റൂം ജസ്റ്റ് 2 സ്റ്റോപ്സേ ഉള്ളൂ കേട്ടോ. 2 സ്റ്റോപ്സ് എത്തുമ്പോൾ ഞങ്ങളുടെ റൂം എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.